ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം. എഴുത്തുകാരുടെ പറുദീസയാണ് കോഴിക്കോട്. സാഹിത്യരംഗത്തെ അതികായരെ വാർത്തെടുക്കുന്നതിന് ഇന്നും ഈ നഗരം കാരണമായിട്ടുണ്ട്. അരനൂറ്റാണ്ടോളമായി കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഡോക്ടർ എം എം ബഷീർ. പ്രമുഖ സാഹിത്യ നിരൂപകനും കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ അദ്ദേഹം സാഹിത്യ നഗരം തന്നെ വരവേറ്റതിന്റെയും സ്വാധീനിച്ചതിന്റെയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ ഓർമ്മകൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ടാഗോർ സെമിനറി ഹാളിൽ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ട് എത്തിയത്. 1969 എൻ്റെ ഓർമ്മ. അന്ന് സംഘാടകർ എനിക്ക് താമസിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത് മൊയ്തീൻ പള്ളിയുടെ മുൻവശത്തുള്ള ശ്രീഹരി എന്ന ഹോട്ടലായിരുന്നു. ഞാൻ തലേ ദിവസമേ എത്തി. ഒരു 4 മണിയായപ്പോൾ വാതിലൊരു മുട്ട് കേൾക്കുന്നു. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് ശരിക്കും ഞാൻ അന്തിച്ചു പോയി. തിക്കോടിയം മാഷ്, എസ്.കെ. പൊറ്റക്കാട്, എൻ കക്കാട്, BP മുഹമ്മദ്, NBS മാനേജർ ശ്രീധരൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് അവരെല്ലാവരും കൂടി അവിടെയുള്ള സ്ഥലത്ത് കയറിയിരുന്നു. ഞാനിതിന് മുമ്പ് ഇവരെ ആരെയും കണ്ടിട്ടില്ല, എനിക്ക് പരിചയവുമില്ല. എന്നോ പരിചയപ്പെട്ട ബന്ധുവിനെ പോലെ അവർ എന്നോട് സംസാരിക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു. ഒരപരിചിതത്വം അവർക്കല്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. കോഴിക്കോട്ട് വന്നപ്പോൾ എഴുതി തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനായ എന്നെ കാണാൻ ഈ വലിയ എഴുത്തുകാർ എങ്ങനെ എൻ്റെ റൂം അന്വേഷിച്ചെത്തി എന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതകരമായ ഒരു അനുഭവമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങ നമുക്ക് കുറച്ച് നടന്ന് NBS അളകാപുരിയിലും ഒക്കെ പോയിട്ട് വരാം. എന്നെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഇവർ. അളകാപുരിയിൽ പോയി. അവിടെ ഇരുന്ന് സംസാരത്തോട് സംസാരം. എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ഞാനൊരു വല്ലാത്തൊരു പ്രത്യേക അനുഭവത്തിൻ്റെ അനുഭൂതിയുടെയൊക്കെ ഒരു ലോകത്താണ്. എസ്.കെ. പൊറ്റക്കാടിനെ പോലെയുള്ള, തിക്കോടിയം മാഷിനെ പോലെയുള്ള, കക്കാടിനെ പോലെയുള്ള എഴുത്തുകാർ എന്നെ അന്വേഷിച്ച് വരിക എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല, ഇപ്പോഴും സാധിക്കുന്നില്ല. തിക്കോടിയം മാഷ് പറഞ്ഞു, എടോ തനിനിയും ശ്രീഹരിയിൽ പോയിട്ട് തിരിച്ച് താഴെ ഇറങ്ങി ഭക്ഷണമൊന്നും കഴിക്കാൻ നോക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചോ. എല്ലാം വാങ്ങി എനിക്ക് തരികയാണ്. എസ്.കെയും കക്കാടും പോയി. ബാക്കി 3 പേരും കൂടി എന്നെ ശ്രീഹരിയിലെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, അല്ല അവർ എത്രയോ കാലമായിട്ടുള്ള ബന്ധുവിനെ കാണാൻ വന്നതുപോലെ എന്നെ കാണാൻ വന്നല്ലോ. ഈ കോഴിക്കോട് ഇങ്ങനെയാണോ? ഞാൻ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും പോയി താമസിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ താരതമ്യപ്പെടുത്തി, കോഴിക്കോട് കൊള്ളാമല്ലോ, തിരക്കേടില്ല. ഈ എഴുത്തുകാരുടെ ഈ അസാധാരണമായ പെരുമാറ്റം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് അവിടെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ കോഴിക്കോട്ട് വന്ന് കല്യാണം കഴിക്കാൻ വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ കോഴിക്കോട് നിന്ന് എനിക്ക് ഉണ്ടായി. ഞാൻ പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി വരുന്നത്. 76 എൻ്റെ ഓർമ്മ. അപ്പോൾ MT വാസുദേവൻ നായർ വെള്ളിമാട് കുന്നിലെ നിർമ്മല ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് താമസം. എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ആശുപത്രിയിലെത്തും. MTയെ കാണില്ല. ഞാനവിടെയൊക്കെ ഇങ്ങനെ കറങ്ങുകയാണെന്ന് MTയെ കാണാൻ വേണ്ടി വരുന്ന എഴുത്തുകാരെയും പൗരപ്രമുഖന്മാരെയും ഒക്കെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ സന്ധ്യയാവുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോകാറുണ്ട്.
ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം MTയുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറിനെ MT സാറ് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ പേടിച്ച് MTയുടെ റൂമിൻ്റെ അവിടെ പോയി ഇങ്ങനെ തല നീട്ടി നോക്കി. MT കണ്ടു, കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നു, എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ MTക്ക് സ്നേഹം വന്നാൽ ഈ സ്നേഹമുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, കയ്യിൽ പിടിക്കും, പിടിച്ചിട്ടൊന്ന് ഞെക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് ഞെക്കി. ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എനിക്ക് കിട്ടിയതുപോലെ തോന്നി. ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ഒന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആരൊക്കെയോ കയറി വന്നു. ഞാൻ കൈ വിടുവിച്ച് ഞാൻ പുറത്തും കറങ്ങി പോവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചോദിച്ചു, അല്ല MT, നിങ്ങളന്ന് എൻ്റെ കൈക്ക് കയറി പിടിച്ചല്ലോ, എന്തായിരുന്നു അത്? എന്നോടൊന്നും ചോദിച്ചതുമില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ബഷീറേ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നിട്ട് എല്ലാ ദിവസവും തിരിച്ചു പോകുന്നു, എന്നെ കാണാനല്ല. അപ്പോൾ എന്നോട് എന്തോ ഉള്ളിൽ ഒരു വലിയ സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കാണാതെ പോകുന്ന ഒരാൾ, എനിക്കൊരു പ്രത്യേകമായിട്ട് തോന്നി. ബഷീർ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് അല്ലേ, നന്നായി എന്നല്ലേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പുറത്തറിയിക്കാൻ പറ്റാത്ത ഏതോ വലിയ സ്നേഹത്തിൻ്റെ ഒരു മഞ്ഞുപാളികൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നി. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ MTയുടേത് തന്നെയുണ്ട്. അവസാനം മരിക്കുമ്പോഴും ഒക്കെ ഞാൻ അടുത്തുണ്ടായിരുന്നു. പല പല കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. കോഴിക്കോട് വന്ന തിരുവനന്തപുരത്തുകാരൻ്റെ അനുഭവങ്ങളെന്ന പേരിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഒരു പുസ്തകം എഴുതാൻ. ഞാനും സുഹൃയും കൂടി കോഴിക്കോട്ടെ മലാപ്പറമ്പിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടത്തേക്ക് മാറിക്കഴിഞ്ഞിട്ട് എല്ലാ വൈകുന്നേരവും NBSലെത്തും. അളകാപുരിയിലായിരുന്നു അന്ന് NBS. പിന്നീടാണ് ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിലേക്ക് മാറിയത്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരും. എഴുത്തുകാരുടെ ഒരു സംഗമ കേന്ദ്രമായിരുന്നു NBS. അപ്പോൾ അന്ന് ഞാനുണ്ട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, എൻ്റെ വേറെ ആരോ 2 എഴുത്തുകാർ കൂടി ഉണ്ടായിരുന്നു. 5:30 മണിയാകുമ്പോൾ തിക്കോടി മാഷ് ഞങ്ങളെ എല്ലാവരെയും കൂട്ടി അളകാപുരിയിലേക്ക് പോകും. എല്ലാവർക്കും ആവശ്യമുള്ളത് വാങ്ങി കഴിക്കാം, ബില്ല് അദ്ദേഹം പേ ചെയ്യും. അതാണ് രീതി, വേറെ ആരെയും കൊടുക്കാൻ സമ്മതിക്കില്ല. അന്ന് ഞങ്ങളെ അന്വേഷിച്ച് SK പൊറ്റക്കാട് വരികയാണ്. പെട്ടെന്ന് SK പൊറ്റക്കാട് ബില്ല് പിടിച്ച് വാങ്ങിയിട്ട് ബില്ല് പേ ചെയ്തിട്ട് വന്നു. അപ്പോൾ തിക്കോടി മാഷ് ചോദിച്ചു, അല്ല ഇന്ന് എന്ത് പറ്റി? ഒന്നും പറ്റാതിരിക്കാനാണിത്. അതെന്താ അങ്ങനെ? അല്ല തിക്കു, എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എടാ മോനെ, ഞാൻ പോയാൽ നരകത്തിൽ പോകാൻ പാടില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടാൻ വേണ്ടി നിൻ്റെ ഏറ്റവും വലിയ ദുഷ്ടന്മാരായ 4 സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. അതുകൊണ്ട് 4 ദുഷ്ടന്മാരെ ഞാൻ അന്വേഷിച്ച് നടക്കാൻ ഇപ്പോഴാണ് ആൾക്കാരെ കിട്ടിയത്. പ്രശസ്ത നിരൂപകനും കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ ഡോക്ടർ MM ബഷീറിന്റെ ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. ശേഷം ഭാഗം അടുത്ത ആഴ്ചയിൽ. നിർവഹണ സഹായം ആദിത്യൻ SS. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.